വണ്ടി കണ്ട് നവകേരള ബസ് വീണ്ടും വരികയാണോ എന്ന് കരുതി തെറ്റിദ്ധരിക്കേണ്ട. ഒരുപക്ഷെ ബസ് കണ്ട് കരിങ്കൊടിയും സമരവുമൊക്കെ ഇനിയും വേണമോ എന്ന് കരുതുന്നവരുമുണ്ടാകും. എന്നാൽ വരട്ടെ, അനന്തപുരി മുഴുവൻ ചുറ്റിക്കാണുന്നതിന് വേണ്ടി ആനവണ്ടി കോർപ്പറേഷൻ പുതിയതായി വാങ്ങിയ ഡബിൾ ഡെക്കർ ബസ്സാണിത്. പ്രതിഷേധത്തിൻ്റെയും സമരത്തിൻ്റെയും ഒക്കെ പേരിൽ നവകേരള ബസ് തരംഗമായതോടെ അതേ സ്റ്റിക്കറും കളറുമൊക്കെ ആയിട്ടാണ് ഈ ബസ്സും നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ നവകേരള ബസ് നിർത്തുമ്പോൾ പതിയെ പുറത്തേക്കിറങ്ങി മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ഇറങ്ങി വരുന്ന ലിഫ്റ്റ് ഇതിലില്ല. യാത്രക്കാരായതുകൊണ്ട് പടി കയറിയാൽ മതിയെന്നാകും. അല്ലേലും അങ്ങനെയാണല്ലോ, നാട്ടുകാർക്കാകുമ്പോൾ കാലിനൊന്നും കുഴപ്പമില്ലാത്തതിനാൽ അവർ കയറിക്കോളും. ഇനി പുതിയ ബസ്സിൻ്റെ കാര്യത്തിലേക്ക് വരാം. കോണി കയറി മുകളിലെത്തിയാൽ 35 പേർക്കുള്ള സീറ്റ് ഒരുക്കിയിട്ടുണ്ട്. ചുറ്റിലുമുള്ള കാഴ്ചകൾ 360 ഡിഗ്രിയിൽ കാണാം. ശീതീകരണി വേണമെന്നുള്ളവർക്ക് കുളിർമയിൽ താഴത്തെ 30 സീറ്റിൽ സ്ഥാനം പിടിക്കാം. തിരുവനന്തപുരം പട്ടണം ചുറ്റിക്കറങ്ങി ആസ്വദിക്കേണ്ടവർക്കായി 2 കോടി രൂപയ്ക്കാണ് കോർപ്പറേഷൻ ഈ ബസ് വാങ്ങിയത്. മുംബൈയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ബസ് തിരുവനന്തപുരത്ത് എത്തിച്ചു കഴിഞ്ഞു. ചാർജ് ചെയ്തുള്ള ഇലക്ട്രിക് ബസ് ആയതുകൊണ്ട് സാധാരണ ബസ്സിനുള്ള കുലുക്കവും പ്രകൃതി മലിനീകരണവും ഇല്ലാത്തത് നേട്ടമാണ്. തിരുവനന്തപുരം സൈറ്റ് സീയിങ് എന്നാണ് ബസ്സിൻ്റെ പേര് ആലേഖനം ചെയ്തിരിക്കുന്നത്. നവകേരള ബസ്സിൻ്റെ മാതൃകയിലാണ് ബസ് എന്നുള്ളതിനാൽ പ്രതിപക്ഷം യാത്ര ബഹിഷ്കരിക്കുമോ എന്ന് കണ്ടറിയണം. ടൂറിസം വകുപ്പിന് ഈ വാഹനം വലിയ നേട്ടമായിട്ടാണ് സർക്കാർ കരുതുന്നത്. എന്തായാലും പുതിയ ബസ്സിൻ്റെ യാത്രയൊക്കെ പുതിയ മന്ത്രിയുടെ തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും.